ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ നോർമലായിട്ടുള്ള നമ്മുടെ പാത്തുകളിൽ നിന്ന് മാറിയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ പാലക്കാടാണുള്ളത്. മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. നമുക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നേടിയെടുക്കുന്ന പലതും നമുക്ക് പോരാഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പൂന്താനം തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 കിട്ടുമ്പോൾ 10, 10 കിട്ടുമ്പോൾ 100, 100 കിട്ടുമ്പോൾ 1000. നമ്മളിങ്ങനെ ഒരിക്കലും നമ്മുടെ ആർത്തി അവസാനിക്കുന്നില്ല. എപ്പോഴും നമ്മളിങ്ങനെ പലതും നമ്മളിലേക്ക് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമാണ്. അപ്പോൾ ഈ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന പല കാഴ്ചകളും നമ്മുടെ ചുറ്റാകെയുണ്ട്. അതിലേതെങ്കിലും ഒരു കാഴ്ച തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ കാഴ്ചയെ കാണേണ്ട രീതിയിൽ നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തൻ്റെ ചുറ്റാകെയുള്ളൊരു കാഴ്ച കണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തിയ ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും അറിയപ്പെടുന്ന ഒരു മില്യനെയറാണ് അദ്ദേഹം. അതുപോലെ തന്നെ വളരെ വലിയ രീതിയിൽ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. ആൻഡ് ഹീസ് ആൻ ഓതർ ഓൾസോ. അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹീസ് എ ഗ്രേറ്റ് ഫിലാന്ത്രോപ്പിസ്റ്റ്. അപ്പോൾ അങ്ങനെ ഏറ്റവും മനുഷ്യസ്നേഹിയായ മാധവ സേവ ചെയ്യുന്ന വ്യക്തിത്വമാണ് നമ്മളോടൊപ്പമുള്ള ശ്രീ ഹരിഹരൻ സുബ്രഹ്മണ്യൻ. അപ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, സ്വാഗതം സാർ. ഓക്കെ, ഫൈൻ. പൂന്താനം എന്ന് പറയുന്നത് വളരെ വളരെ ടച്ചിങ് ആയി. ഞാനും വളരെ വളരെ ഫോളോ ചെയ്യുന്നൊരു പൂന്താനത്തിലെ എല്ലാ റൈറ്റിങ്സും എല്ലാ ബുക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ 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 അതെ. വൈഫിനും വളരെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ഞങ്ങളൊക്കെ എല്ലാപ്പോഴും ഗുരുവായൂർ ഉടലോടുകൂടി സ്വർഗത്ത് പോയ ആളാണ് അദ്ദേഹം എന്ന് പറയുന്നു. അതെ അതെ സാർ. അപ്പം നിങ്ങൾ പറഞ്ഞാൽ വളരെ ടച്ചിങ്. എന്തുകൊണ്ട് രണ്ട് സ്റ്റൈലായിട്ട് ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി വന്ന ആളാണല്ലോ. അപ്പോൾ അന്ന് മുതൽ വാശി കാശുണ്ടാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരിച്ചു വന്ന് ബോംബെ പോയി MBA ചെയ്ത് സങ്കടമുണ്ട് ഇപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ. കാരണം ആ വാശിയായിരുന്നു. എങ്ങനെ നന്നാവണം, എങ്ങനെ പാലക്കാട് വേണ്ട, അച്ഛൻ്റെ ബിസിനസ് ചെയ്യണ്ട അല്ലെങ്കിൽ ജോയിൻ ചെയ്യണ്ട. ഇത് ഒരു തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞത് 2014 തിരിച്ചറിഞ്ഞു. അന്ന് വരെ ഒരു പരക്കം പാച്ചലാണ്. കച്ചവടം ഇങ്ങനെ വലുതാകും, ഇങ്ങനെ മാസത്തിലൊരു 15 ദിവസം 18 ദിവസം ഞാൻ പുറത്താണ്, വീട്ടിൽ നിന്ന് പുറത്താണ്, ഓരോ ഓഫീസിലും. അപ്പോൾ പൂന്താനത്തിന് അബ്സല്യൂട്ട്ലി നിങ്ങൾ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. 100, 100, 1000, ലക്ഷം, കോടി, അതാണ് ആകെ ഉള്ളൊരു ചിന്താഗതി. ആ ലെവലിൽ വരെ എത്തി. ഐ എം സോറി ടു കൺഫെസ്, കുറച്ച് ഫാമിലി പോലും ഞാൻ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അത് പിന്നെ തിരിച്ചറിഞ്ഞത് ഭഗവാന്റെ കൃപയാണെന്ന്. എനിക്കൊരു നല്ലൊരു അടി തന്നു. ഇൻ ടേംസ് ഓഫ് അതാണ് പുസ്തകത്തിലെ എൻ്റെ ഫസ്റ്റ് തുടക്കം. ഞാനൊരു ദിവസം പുതിയൊരു കാറായിട്ട് ഓഫീസിലോട്ട് വരുമ്പോഴാണ്
ചെറിയ ഒരു ലെവൽ ക്രോസിങ്ങിൽ നിൽക്കുമ്പോൾ ചെറിയ 2 കുട്ടികൾ വന്നിട്ട് ഡോറ് തട്ടിയിട്ട് വല്ലതും തരുമോന്ന്. അപ്പോഴും ഞാൻ ബിസിയില്ല ഫോണിൽ. അപ്പോൾ ഞാൻ എടുത്തിങ്ങനെ കൊടുത്തു സാൻഡ്വിച്ച്. എനിക്ക് അന്ന് ഊണ് കിട്ടിയില്ല. അപ്പോൾ ഓഫീസിൽ നിന്ന് തന്ന അത് നല്ല കാലത്തിന് എൻ്റെ ദൃഷ്ടി അങ്ങോട്ട് പോയി. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ദൃഷ്ടിയാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്. അന്ന് മുതൽ ഉടനെ എല്ലാം നിർത്തി വണ്ടി ഇറങ്ങി അവരുടെ ഒപ്പം ആ പാളയത്തിൽ പോയി ഇരുന്ന് അവരുടെ ഒപ്പം അത് സാൻഡ്വിച്ച് കഴിച്ച് അവർക്ക് ഷെയർ ചെയ്ത് അന്ന് മുതലാണ് ആകെ ഒരു വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം നിർത്തി ഓട്ടോമേഷനാക്കി കുറേ ആൾക്കാരെ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് മെല്ലെ 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 ഇതിലോട്ട് ഇറങ്ങിയത്. റെസ്ക്യൂയിങ് ചിൽഡ്രൻ അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം ഞാൻ ഓടി വന്നത് എനിക്കറിയാം. കാരണം ഇതുമാതിരി ഒരാൾ ലോകത്തിൽ ചെയ്യുന്നില്ല ആരും. എല്ലാവർക്കും ഇൻട്രസ്റ്റ്, വലിയ ആൾക്കാരും വയസ്സായും. ഐ എം സോറി, ഡ്യൂ റെസ്പെക്ട് ടു എൽഡേഴ്സ്. കാരണം ഈ കുട്ടിത്വം അല്ലെങ്കിൽ ആ ഒരു പ്രായമുണ്ടല്ലോ, അത് ശരിയായി വന്നില്ലെങ്കിൽ അവർ സക്സസ് ആവില്ല. അതൊരു പണ്ടേ എനിക്ക് അറിയുന്ന ഒരു ചിന്താഗതിയാണ്. നല്ലൊരു 18 വയസ്സ് പെണ്ണോ ആണോ, 18 വയസ്സ് വരെ അട്ടിപ്പൊളി നല്ല രീതിയിൽ അവർ അപ്ബ്രിങ്ങിങ് ആയി. അതുകൊണ്ടാണ് പല എഴുത്തുകളും പല പേരും പറയുന്നുണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു 18 ആയ. അതിൻ്റെ മീനിങ് പണ്ട് കാലത്ത് മുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായി. ഇനി ഒരാൾ കേട് വരാൻ ചാൻസേ ഇല്ല. ഐ മീൻ ലെറ്റ്സ് ടോക്ക് റിയാലിറ്റി. 1% 2% വിടും. പക്ഷേ ഈ ഏതെങ്കിലും കുട്ടികൾ 12 വയസ്സ് 11 വയസ്സ് 15 വയസ്സിലൊക്കെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായ ഇത് അഫക്റ്റ് ആവും സൈക്കോളജിയിൽ. എഴുതി ഒപ്പിട്ട് തരാൻ എൻ്റെ റിസർച്ചാണ് ഇപ്പോൾ. അത്രയും വാശിയില്ല ഞാൻ. കാരണം ഓരോ കുട്ടികളും ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് 40 ഇപ്പോൾ നമ്മുടെ ഇറ്റ്സ് ബിക്കം 50,000 ക്രോസ് ആയിപ്പോൾ. എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അധികം വരുന്നത് ഇറ്റ്സ് സ്റ്റെപ്പ് ഫാദർ പ്രോബ്ലം ഇസ് റൈസിങ്. പിന്നെ ഉള്ളത് അടിതടി, neglect, broken family relations, adidadi. I mean, it's like purely I'm not telling it's abuse, if I can use the word. I mean, various abuses. I mean, it could be verbal, psychological, mental, physical, everything. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ റിയാക്ഷൻ ചെയ്യാൻ അവർക്ക് എന്താ ചെയ്യുന്നവരല്ല. ആകെ ഒരു റൺ അവേ എന്ന് പറയാനേ പാടില്ല. ഇറ്റ് ഈസ് പുകച്ചു പോകുമെന്ന് പറയുന്നത്. ഐ എം സോറി ടു സേ. കാരണം അവർ പറ്റുന്നില്ല അവർക്ക്. പക്ഷെ ഇതിൽ ഭൂരിഭാഗവും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവർ സഹിച്ച് ഇങ്ങനെ പോവാണ്. ചിലവരുണ്ട് ഇതിൽ സഹിക്കാൻ പറ്റില്ല, ഞാൻ പോവാണ്. സോ അവർ കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അവർ ഡെയറിങ് ആണ്, വ്യത്യസ്തമുണ്ട് അവർക്ക്. അതൊരു വലിയൊരു കാര്യമാണ്. പുറത്ത് അതൊരു ഡെയറിങ് ആണ്. പക്ഷെ ആ ഡെയറിങ്ങിന് നമ്മൾ നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് അവർക്ക് സ്നേഹം കൊടുത്ത് അവർ നന്നാക്കിയ ഇവര് എൻ്റെ സ്വപ്നം ഒരു 10-20 പേരെങ്കിലും എന്നെ മാതിരി ആവണേ എന്നുള്ളതാണ് ഭഗവാന്റെ പ്രാർത്ഥന. സോ ദാറ്റ് ഞാൻ കഴിഞ്ഞ അവര് എന്നെ മാറ്റി ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളൊരു ഒരു പേഴ്സണൽ ഡ്രീം. സാറിന്റെ നറേഷനിൽ ഒരു റണ്ണവേ കിഡാണ് സാറെന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ നമുക്കറിയില്ല, പ്രേക്ഷകർക്കും അറിയില്ലത്. വാട്ട് ഹാപ്പൻഡ് ടു യു സാർ? സാർ എന്തുകൊണ്ടാണ് അങ്ങനെ? അതൊരു ഞാൻ 3 പ്രാവശ്യമൊക്കെ പോയിട്ടെന്ന് പറയാം. ഫസ്റ്റ് 2 പ്രാവശ്യമൊക്കെ ഒരാഴ്ച 10 ദിവസം ബോംബെ പോയിട്ട് വന്നു പറയാം. അപ്പോൾ ഈ 3ാമത്തെ വേണമെങ്കിൽ കുറച്ച് പറയാം. എഗെയിൻ ഒറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ 2 ചേട്ടന്മാരും, ഒരാൾ ഡൽഹിയിൽ CA പഠിക്കുകയായിരുന്നു, ഒരാൾ ലോ പഠിക്കുകയാണ് കോയമ്പത്തൂർ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ തന്നെ എനിക്കൊരു ഫ്രീഡം വേണമെന്നുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും പിടിക്കില്ല അധികം. അപ്പോൾ ഇവിടെ വീട്ടിലാകുമ്പോൾ 7 മണിക്കുള്ളിൽ വരണം. പിന്നെ ഞാനപ്പോൾ NCCയിലൊക്കെ ഉണ്ടായിരുന്നു. അത് NCCയിൽ വലിയൊരു മോഹം ഉണ്ടായിട്ടൊന്നും അല്ല ആക്ച്വലി. ഫസ്റ്റ് അതൊരു ഔട്ടിങ് ആവുമല്ലോ, അപ്പോൾ സമയം കിട്ടും. അപ്പോൾ എല്ലാ ഞായറാഴ്ച പോവാ പുറത്ത്. അതൊരു എക്സ്ക്യൂസ് ആയിരുന്നു. പിന്നെ അതെന്തായി ഇഷ്ടപ്പെടാൻ തുടങ്ങി. എൻഡിൽ 3 കൊല്ലം കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഞാനൊരു നമ്പർ 1 ഇൻ മാർച്ച് ഫാസ്റ്റ്. എനിക്ക് എന്താണ് ഓൾമോസ്റ്റ് ഐ തിങ്ക് നിയർ ബൈ 30 ഔട്ട് ഓഫ് 30 ഇൻ മാർച്ച് ഫാസ്റ്റ്. കാരണം ഞാനത് ഷൂസൊക്കെ പേഴ്സണലി പോളിഷ് ചെയ്ത് ചമക്കി അത് അങ്ങനെയൊക്കെയാണ് അതിന് ഓരോ മാർക്ക് ഓരോന്നിനും കിട്ടും. അതൊക്കെ വളരെ ഇൻട്രസ്റ്റ് എടുത്ത ആളാണ്. പിന്നെ ഓട്ടം 10 കിലോമീറ്റർ ഓടി. അതിൽ ഞാൻ സ്റ്റേറ്റിൽ 6th ആണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ 1. അപ്പോൾ എനിക്ക് സെലക്ട് ആയി. പിന്നെ ഷൂട്ടിങ്ങിലാണ് എല്ലാവരെയും ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. നോബഡി ക്രോസ് 29, I did 29. വരാറേ ഇല്ല. പിന്നെ മറ്റേതൊരു 303 ആണ്. അതിങ്ങനെ അടിക്കും.
അപ്പോൾ അതിൽ കേരളത്തിൽ ഞാനാ നമ്പർ 1. ഓ 29. എൻ്റെ അടുത്തുള്ളത് തിരുവനന്തപുരം 28.5. മറ്റു രണ്ടിലും എന്നേക്കാളും ബെറ്റർ റണ്ണേഴ്സ് ഉണ്ട്, എന്നേക്കാൾ ബെറ്റർ ഡ്രസ്സേഴ്സും ഉണ്ട്. പക്ഷെ ഇത് കാരണം ഈ 3 കോമ്പിനേഷൻ ആയതുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു ലാസ്റ്റ് മിനിറ്റിൽ. അപ്പോൾ ഇത് നടക്കുന്നത് അറൗണ്ട് നവംബർ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. പിന്നെ കൺഫർമേഷൻ വരുന്നത് ഡൽഹിയിൽ നിന്ന് ഡിസംബർ 1 വന്നത്. അപ്പോഴാണ് അവതരം പുറത്ത്. അപ്പോൾ എനിക്ക് ഇത് ജനുവരി 1 പോകണം. 26 റിപ്പബ്ലിക് ഡേ, 27 റിട്രീറ്റ് പരേഡ്. സാർക്ക് അറിയുമായിരിക്കും ഈ NCCയുടെ പിറ്റേ ദിവസമാണ്, 26 അതിന് പ്രസിഡന്റ് വരും. പ്രസിഡന്റ് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്ലേസർ തരും. അതൊരു വലിയൊരു കാര്യമാണ്. റിപ്പബ്ലിക് ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം റിട്രീറ്റ് പരേഡ്. അപ്പോഴാണ് NCC മാർച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഓരോരുത്തർ പ്രൈസ് തരുന്നത്. അപ്പൊ ഗ്യാനി സെയിൽ സിംഗ് ആണ് പ്രസിഡന്റ്. അതൊരു വലിയ ഇറ്റ്സ് ആൻ അച്ചീവ്മെന്റ്. പ്ലസ് ഈ സർട്ടിഫിക്കറ്റ് ഫ്രം ദ NCC. ആ സിറ്റുവേഷനിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അയ്യോ പറ്റില്ല, അത് 1 മാസം പോവും തന്നെ, കാരണം മാർച്ചിലൂടെ എക്സാം ആണ്. അച്ഛൻ അറിയില്ല പാവം BCom ഫസ്റ്റ് ഇയറിൽ. സോ പ്ലസ് ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിടിച്ചു വേണമെങ്കിൽ പറയാം. സിഗരറ്റിൻ്റെയോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ദശ ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാനില്ല. ആകെ വൺ ആഫ്റ്റർ ദി അതർ പ്രശ്നമായിരുന്നു. അപ്പോൾ ഐ ഡിസൈഡഡ് ടു പറഞ്ഞിട്ട് പോവായിക്കോറി. അപ്പോൾ ഞാൻ 25 ദിവസം വീട്ടിലെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെ മദ്രാസിൽ പോയി. ഫസ്റ്റ് കൊടൈക്കനാലിൽ പോയി ബുദ്ധിമുട്ടി. പിന്നെ മദ്രാസിൽ പോയി റോട്ടിലായിരുന്നു ഒരു 15 ദിവസം. പിന്നെ ഒരു ചെറിയ ചായക്കടയിലൊക്കെ ജോലി കിട്ടി. അത് പുരോഗമനമായി. കുറച്ച് നല്ലൊരു ചായക്കടയിൽ കുറച്ചുകൂടെ നല്ല ജോലി കിട്ടി. 2 രൂപ 4, 6, 8 വരെ പോയി. 8 രൂപ ദിവസം കേട്ടോ. സാപ്പാട് കിട്ടുമല്ലോ, അത് വലിയ കാര്യമാണ്. പിന്നെ ബേക്കറിയിലായിരുന്നു കുക്കായി. പിന്നെ കുറച്ചുകൂടെ കച്ചവടമൊക്കെ തുടങ്ങി ചെറുതായിട്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ ചായക്കട അല്ലെങ്കിൽ പെട്ടിക്കട. പെട്ടിക്കടയൊക്കെ തുടങ്ങി. അതൊക്കെ വലുതാക്കാനുള്ള ഉദ്ദേശം നമ്മളീ 1 കൊല്ലം കഴിയും. അപ്പോഴാണ് തിരിച്ചു വരവ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പിടിപെട്ടു. അതൊക്കെ നമ്മുടെ തലയിലെഴുത്ത് മാതിരി അങ്ങനെയാണ്. എന്താണ് നിമിത്തം തിരിച്ചു വന്ന് പിടിക്കപ്പെടണം. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരെ കണ്ടു, അങ്ങനെ പിടിച്ചു തിരിച്ചു വന്നു. 3 Idiots പറഞ്ഞ മാതിരി പിന്നെ ഫിനിഷ് ചെയ്തു. BCom ഒക്കെ ഫിനിഷ് ചെയ്ത് നേരെ MBA ചെയ്യാൻ പോയി പൂന. MBA I did in marketing and finance both. ഡബിൾ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് ബോംബെ പോയി. ബോംബെ I worked for 3 years. പിന്നെ കച്ചവടം തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പൂന്താനം ആ ഒരു ഡയലോഗ് വളരെ ഫിറ്റിംഗ് ആണ്. ആ തിരിച്ചറിവ് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് പോയത്. അപ്പോൾ ഒരാൾ റെസ്ക്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട കുട്ടികൾ എന്നെ മാതിരി വളരെ ചുരുക്കമാണ്. അവർ പിടിച്ച് പുറത്തുപോയി നന്നായവർ. എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അവർ ഇത് രക്ഷപ്പെടാൻ പറ്റാത്തവർ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കൂട്ടാ എനിക്ക് വല്ലതൊക്കെ ചെയ്തു കൂടിയത്. ഈ പയ്യനെ നമ്മൾ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആലോചന. അപ്പോൾ അന്ന് മുതൽ എഴുതിയ ബുക്കാണ് ഇത്, റൺവേ ചിൽഡ്രൻ ബൈ SRR. എന്നിട്ട് ഞങ്ങൾ തുടങ്ങിയത് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ എല്ലാ കപ്പിൾസ് ഒരാണും ഒരു സ്ത്രീ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ട്രെയിൻ ചെയ്ത് ആരാ ഓടിപ്പോകുന്നത് ആരും നോക്കണ്ട അറിയുമല്ലോ. ഒരു ബാഗും ഉണ്ടാവും, ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ആകെ പേടിച്ച് അല്ലെങ്കിൽ ഒന്നും കഴിക്കാത്തവരും അവർ വേഗം റെസ്ക്യൂ. കാരണം ഇവരൊക്കെ അല്ലെങ്കിൽ they'll get into slavery, they'll get into drugs, they'll get into worse. അതൊന്നും കാണാൻ പാടില്ല. കാരണം ഈ ചെറുപ്പത്തെ പ്രായത്തിൽ വല്ലതും തെറ്റുപറ്റി അങ്ങനെ വല്ലതും വലിയൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ജീവിതം മുഴുവൻ അവർക്ക് എഫക്റ്റ് ആവും. That scar will never go. That's my favorite dialogue. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കാരണം ഐ എം വെരി ഹാപ്പി. കാരണം ഓരോരുത്തർ റീയൂണിയൻ ചെയ്യുമ്പോൾ എൻ്റെ ഹാപ്പിനെസ് അത് കാണുമ്പോഴാണ്. മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി, കുട്ടിയും പറഞ്ഞ് മനസ്സിലാക്കി 1 മാസം 2 മാസത്തിനുള്ളിൽ അവർ തിരിച്ച് വീട്ടിലോട്ട് അയച്ച് അവർക്ക് ഹെൽപ്പും ചെയ്യാം. ചിലർക്കൊക്കെ വാട്ട് എവർ പോസിബിൾ ഹെൽപ്പ് ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ്, അല്ലെങ്കിൽ അവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കുക ഉണ്ടാകും. കാരണം ഇവരൊക്കെ കേപ്പബിൾ ആണ്. അല്ലെങ്കിൽ ഈ ഡെയറിങ്നെസ് ഉണ്ടാവില്ല. അവർക്ക് ഭാഷയൊന്നും അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, പഠിക്കും, നല്ല വിവരമുണ്ട്. കാരണം മനസ്സിലായില്ല നിങ്ങൾ പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുട്ടികളാണ് ഈ അപ്പോൾ അവർ നല്ലൊരു പൊസിഷനിൽ എത്തിയാൽ ആവും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോഴാണ് ഈ can we move to Palakkad or you want to ask any other question? Definitely we have plenty of questions. Sir, Swami Chinmayanandan പറഞ്ഞിട്ടുണ്ട് the children are not useless, they are useless എന്ന് പറഞ്ഞിട്ടുണ്ട്. 100% you are right. കാരണം ഈ പ്രായമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
മൗൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഒരു 20-25 ആയി കഴിഞ്ഞാൽ മൗൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ. അതുകൊണ്ട് ധരിച്ച ഒരു വളരെ സ്റ്റോറി ഉണ്ട്. കാരണം വെച്ചാൽ ദൈവം ഇങ്ങനെ കുറേ ആൾക്കാരെ കുറേ ജീവികളെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു 20 years ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ജീവിച്ചിട്ട് വരിക. പിന്നെ കഴുതയെ സൃഷ്ടിച്ചു, അതുപോലെ കുരങ്ങനെ സൃഷ്ടിച്ചു, പിന്നെന്താ കുതിരയെ സൃഷ്ടിച്ചു, ഡോഗ്സിനെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ 40 വർഷം പോയിട്ട് ഹ്യൂമൻ ബീങ്സിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയും വർഷം. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വെറും 20 വർഷമേ ഉള്ളൂ. അപ്പോൾ ദൈവം ഇങ്ങനെ ഓരോരുത്തരുടെ 20 വീതം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 20 വർഷം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിനെ പോലെ ജീവിക്കുന്നു. അടുത്ത 20 വർഷം വി ആർ വർക്കിംഗ് ലൈക്ക് എ ഹോസ്. അടുത്ത 20 വർഷം എന്ന് പറയുമ്പോൾ 42 ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരു എന്താണ് ഒരു ഡോങ്കിയെ പോലെ നമ്മൾ ഭാരം എടുക്കുന്നു. അടുത്ത 20 എന്ന് പറയുമ്പോൾ ഒരു വാച്ച് ഡോഗിനെ പോലെ നമ്മൾ നോക്കുന്നു. ലാസ്റ്റ് 20 എന്ന് പറയുമ്പോൾ വി ആർ അപ്രോച്ചിങ് ടു അവർ ഡെത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മങ്കിയെ പോലെ ആവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദ ഫസ്റ്റ് 20 years ദാറ്റ് ഇസ് വെരി വെരി ക്രൂഷ്യൽ. അപ്പോൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം എഡ്യൂക്കേഷൻ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ വി ആർ ഗിവിംഗ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ. മാത്രമല്ല അവർ വളരെ വലിയ വലിയ കാര്യങ്ങൾ കൊണ്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. ഈവൻ റിലീജിയൻ, ഫെനറ്റിസം, അതുപോലെ തന്നെ പ്രൊവിൻഷ്യലിസം, ലാംഗ്വേജിൻ്റെ പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഒരുപാട് ഈവൻ എന്താ പൊളിറ്റിക്സ് ഓൾസോ. ഇപ്പം നമുക്ക് വേറെ ഒരുപാട് കാര്യമുണ്ട്. ഡ്രഗ്സ് ഉണ്ട്, നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്ന കാലമാണ് ഇപ്പോൾ. ഇപ്പോൾ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ CR7 ബർത്ത്ഡേ പറയുമ്പോൾ പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് കഴിയും. ഞാൻ ചോദിക്കും ഡു യു നോ ബർത്ത്ഡേ ഓഫ് യുവർ ഫാദർ ആൻഡ് മദർ? അവർക്കറിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാങ്സ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത് പർപ്പസായിട്ട് ഈ കുട്ടികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചില വി കോൾ ഇറ്റ് ആസ് ദ സിൻഡിക്കേറ്റ്സ്. അപ്പോൾ അവർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് സാറിൻ്റെതായ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സാർ ഞാൻ ചോദിക്കുന്നത് റെഗുലർ ആയിട്ട് നിങ്ങൾ തെറ്റായിട്ട് ഐ ഡോണ്ട് തിങ്ക് എവരി സ്റ്റേറ്റ് ഈ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. അതെ, ചില സ്റ്റേറ്റ്സിൽ കുറച്ച് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്ര ഇതൊന്നുമില്ല. ഞാൻ വൗച്ച് ചെയ്യാം, കാരണം ഐ ആം വെരി ക്ലോസ് ടു ഓൾ മഹാരാഷ്ട്ര. ബട്ട് ഈവൻ ഗുജറാത്ത് ഒന്നുമില്ല. മേ ബി ലിറ്റിൽ ബിറ്റ് നൗ ഇൻ നാട്ടിൽ കുറച്ചുണ്ട്. കേരളത്തിലാണ് സാർ. തമിഴ്നാട്ടിൽ അധികമില്ല. ഇൻഫാക്ട് തമിഴ്നാട് ഇസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ആന്ധ്രയിലില്ല. അപ്പൊ ചില സ്റ്റേറ്റ്സിൽ യെസ്, അതിലും മുനിസിപ്പാലിറ്റി സ്കൂൾസിന് മാത്രമായിരിക്കും ചിലപ്പോൾ കുറച്ച് കൂടുതൽ. അത് ഗവൺമെന്റ് കെയർലെസ് ആയിട്ടുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതിലൊരു ചാലഞ്ച് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 6 മാസം 1 കൊല്ലത്തിൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, വളരെ ശരിയാക്കാൻ പറ്റും. കാരണം ഇതിൽ ആകെ കുറച്ചൊരു ഇന്റർഫിയറൻസ് നമ്മളെ എല്ലാ ടീച്ചേഴ്സും കൂടെ ഒന്ന് യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചേഞ്ച് ആക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി രീതി ചേഞ്ച് ചെയ്യുക, അവരുടെ വേ ഓഫ് തിങ്കിങ് ചേഞ്ച് ചെയ്താൽ മതി. ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് കരുതണം. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഞാൻ ഗുരു ആ ലെവലിലല്ല, നല്ല നമ്മളെല്ലാം കൂടെ ഫ്രണ്ട്സ്. ആ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ്, ആ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ, ഓർ ഇറ്റ്സ് നോട്ട് എഡ്യൂക്കേഷൻ, ഇറ്റ്സ് ഇമ്പാർട്ടിങ് നോളജ്. ആ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ ഐ തിങ്ക് കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. കാരണം കുട്ടികൾ സുഖമായി പാട്ടും പാടി സ്കൂളിലോട്ട് വരണം, സന്തോഷമായിട്ട് വന്ന് ഇവിടെ എന്തോ നമ്മളൊന്ന് പഠിച്ച് നല്ലതായി പോകാൻ പോകുന്നു എന്നൊരു. അദ്ദേഹം പറഞ്ഞ പോലെ ലാസ്റ്റ് ബെൽ അടിക്കുമ്പോഴാണ് സന്തോഷത്തോടെ അത് ചേഞ്ച് ആകണം. ഓൺലി സൊല്യൂഷൻ. നമ്മള് അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം പിന്നെ കുറെ മാതാപിതാക്കളുടെ കയ്യിലുണ്ട്. അവര് കുറച്ചുകൂടെ സ്നേഹം കൊടുക്കണം, അവര് കുറച്ചുകൂടെ ടൈം കൊടുക്കണം കുട്ടികൾക്ക്. ഞാൻ സാറിനോട് ചോദിച്ചത് മറ്റൊന്നുമില്ല, കാരണം ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ആക്ച്വലി സാറും ഒരിക്കൽ ആൽഫ ആയിരുന്നു, ഞാനും ഒരിക്കൽ ആൽഫ ആയിരുന്നു. കാരണം നമ്മളെല്ലാം 16-17 വയസ്സിൽ നമ്മൾ സുപ്രീമോ വിൽ ബി ലൈക്ക് ദാറ്റ്. പക്ഷെ നമുക്ക് അന്ന് മോഡൽ ചെയ്യാനായിട്ട് ചില സാധനങ്ങളുണ്ട്, ഫാക്ട്സ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വിളിക്കുന്നത് അപ്പൻ കളിപ്പാട്ടം, അമ്മമ്മ കളിപ്പാട്ടം എന്നാണ്. ഇത് ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതാവുന്നു. ഇപ്പോൾ കൾച്ചറൽ ക്യാരിയിങ് നടക്കുന്നില്ല. അപ്പോൾ എസ്പെഷ്യലി സാറ് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വി ആർ റണ്ണിങ് അവേ ഫ്രം അവർ കൾച്ചർ. ഇല്ല, അത് കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് കൂട്ടണം. അതെ അതെ. ഓണം അല്ലെങ്കിൽ എന്തൊക്കെ സെലിബ്രേഷൻ ഉണ്ടോ കൾച്ചറൽ വൈസ് എല്ലാ കൾച്ചറും ഷുഡ് ബി സെലിബ്രേറ്റഡ് ഇൻ ദി സ്കൂൾസ്. ഇവിടുത്തെ സെലിബ്രേഷൻ ഒക്കെ വേറെ രീതി ആയിപ്പോയി സാർ. അയ്യോ, അതൊക്കെ അതിനത് ഇമ്പോർട്ടൻസ് കൊടുക്കാനേ പാടില്ല, സ്കൂൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് ഞാൻ അയ്യോ കുട്ടി അത് ചെയ്യരുത് അങ്ങനെ പറയുന്നത്. സോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. ഇപ്പൊ കുട്ടാ വളരെ സ്നേഹപൂർവ്വം അത് ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ പണ്ട് നമ്മൾ അച്ഛൻ പറഞ്ഞാൽ അത് വേദവാക്യമാണ്. അപ്പോൾ നമ്മൾ അത് തെറ്റാണോ അങ്ങനെ ആർഗ്യൂ ചെയ്യാനൊന്നും പോവില്ല. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, ആർഗ്യൂ ചെയ്യും, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ്. അത് നമ്മൾ ദാറ്റ് ഈസ് നോട്ട് എ ജനറേഷൻ ഗ്യാപ്പ്. ഇപ്പൊ അങ്ങനെയല്ല, കുട്ടികൾ മനസ്സിൽ സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം.
ദാറ്റ് ഈസ് എ മസ്റ്റ് ടുഡേ. ഐദർ ബൈ ടീച്ചേഴ്സ് ഓർ പേരൻസ് കമ്പൽസറി. നിങ്ങളുടെ മക്കളല്ലേ, അപ്പൊ അച്ഛനമ്മ ചെയ്തെങ്കിൽ പിന്നെ ആര് ചെയ്യും? അപ്പൊ അതാണ് പ്രയോറിറ്റി. അല്ലാണ്ട് അവനും അവൾക്ക് പിടിച്ച സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതല്ല സ്നേഹം. സ്നേഹം ഇതാണ്, അതാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുമാതിരി ഞാൻ ഒരുപാട്, എനിക്ക് 100 എക്സാമ്പിൾ വേണം ഞാൻ പറഞ്ഞത്. ഏറ്റവും എനിക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് വണ്ടിയില്ലാത്ത ഡ്രൈവർ വളരെ ബിസിയാണ് ഇൻ ടേംസ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റും അല്ലെങ്കിൽ ഓരോരുത്തരും കൊണ്ട് ഫുഡ് കൊടുക്കാനും. അപ്പോൾ എൻ്റെ ഒരു വീട്ടിലെ മക്കളൊരു പെട്ടെന്ന് എപ്പോഴും നോക്കുന്ന ഒരു ടാക്സി ഉണ്ട്. ഞാൻ ഇറങ്ങുമ്പോൾ കുറേ ആളെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടായി അയാൾ ടാക്സി ഡ്രൈവറാണ്. അപ്പം ഇങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കുറച്ച് സംസാരിക്കുമല്ലോ നമ്മൾ, ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ. അയാൾ പാവം UP നിന്നാണ്, ബുദ്ധിമുട്ടി ഒരു 500 രൂപ ദിവസം ഉണ്ടാക്കും, അല്ലെങ്കിൽ 1000 രൂപ ഉണ്ടാക്കും ചില ദിവസം. അപ്പോൾ അയാളിങ്ങനെ, ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചെറിയ കുട്ടികളുടെ സ്ഥലം പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓരോ ചിൽഡ്രൻസ് ഹോമിൽ പോകുന്നു ഇയാൾ. അപ്പോൾ അയാൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വന്നു. അയാൾ സാർ അപ്പോൾ ഹെൽപ്പ് ചെയ്യുമല്ലേ കുട്ടികളെ, ഇതൊക്കെ ചെയ്യാം, നന്നായി. അങ്ങനെ ഒരു മൂന്ന് ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് അയാൾ മെല്ലെ ശബ്ദം പറയുന്നത്, അയ്യോ എനിക്കൊരു മോളുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഭയങ്കര പ്രൗഡിലായിട്ട് പറയാണ് കേട്ടോ, അവൾക്ക് ഫോൺ വേണം, അവൾക്ക് മണ്ണാങ്കട്ടി വേണം, മറ്റേത് വേണം. ഞാൻ പറഞ്ഞു ഏത് സ്കൂളിലാണ്? ഒരു 10 കഴിഞ്ഞ് 11 അങ്ങനെ അത് അധികം റിവീൽ ചെയ്താകുമ്പോഴേക്കും ഇതിൻ്റെ സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റോറി മെല്ലെ ഓരോ എപ്പിസോഡുമാതിരി ഓരോ ട്രിപ്പിലാണ് പുറത്തു വരുന്നത്. ഒരിക്കലും അയാൾ പറയും, ഇപ്പം ഞാൻ എത്താറാവുമ്പോഴാണ് ഒരിക്കലും അയാൾ പറഞ്ഞു, അയ്യോ ആകെ പ്രശ്നമായി, ഞാനൊന്ന് നല്ലോണം കൊടുത്തു. ഞാൻ പറയും വണ്ടി നിർത്തും, എന്താ ചെയ്ത് കൊടുത്തു എന്ന്. പിന്നെ ഒന്നും കൊടുത്തില്ല അവൾക്ക്, ഒന്നും കൊടുത്ത് തനിക്ക് വട്ടാ, നിങ്ങൾ ചെയ്ത് മുഴുവൻ തെറ്റാണ്, തനിക്ക് ആകെ ഒരു മോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അത് നമ്മൾ അടുത്ത പ്രാവശ്യം നമുക്ക് സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. പിന്നെ അടുത്ത പ്രാവശ്യം അതേ വണ്ടിയിൽ ഞാൻ പിന്നെ ഇരിക്കുകയാണ്. നിശബ്ദം, വാ തുറക്കുന്നില്ല. അയാൾ ഉണ്ടാണ്ട് ഓടിക്കുകയാണ്. സ്ഥലം എത്താറാവുമ്പോൾ പെട്ടെന്ന് അയാൾ പുറത്ത് വന്നു, കാശ് വാങ്ങിച്ചില്ല, കരഞ്ഞ് കാലിൽ വീഴാൻ തുടങ്ങി. അതെന്തായി? അയ്യോ സാറ് പറഞ്ഞു വളരെ ശരിയാണ്. അവൾ പിന്നെ ഓടാൻ നോക്കി, അതെല്ലാം ഞാൻ നിർത്തി. സാറ് പറഞ്ഞ മാതിരി ഇപ്പോൾ ഞാൻ കൊണ്ടുവിടും. ഞാൻ പറഞ്ഞു അവളുടെ ഒപ്പം നീ എത്ര പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്? ഉച്ചയ്ക്കോ വൈകുന്നേരമോ? വളരെ കമ്മി. ഇപ്പം എല്ലാ ദിവസവും കഴിക്കുന്നു. ഇപ്പോൾ ഇല്ല, അവൾക്ക് ഫോണും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടത്തൊക്കെ പണ്ട് ചെയ്തൂടെ? സ്നേഹമില്ല അയാൾക്ക്. നിങ്ങൾ ആകെ അഴുതടിയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഹലോ എന്ന് പറയും രാത്രി പോകുമ്പോൾ, അല്ലെങ്കിൽ കാലത്ത്. സ്നേഹം ഇതുവരെ ഒരിക്കലും വാക്കുകൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ സുഖമായി കൊണ്ടുവിടുന്നുണ്ട് ഓഫീസിൽ, അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിടും, കോളേജിൽ കൊണ്ടുവിടും, തിരിച്ചു വരും, സ്നേഹം കൊണ്ട് സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് ഫോണേ വേണ്ട. ഞാൻ പറഞ്ഞു അതല്ല വേണ്ടത്. ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടത് അച്ഛനമ്മമാർ കുറച്ച് അവർ സംസാരിക്കുക, അവരൊപ്പം കളിക്കുക, അവരൊപ്പം മനസ്സിലാക്കുക. അല്ലാണ്ട് വെറുതെ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഹലോ ഹായ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതാ വേണ്ടത്. അതുകൊണ്ടാണ് ഈ ലെവലിൽ എത്തിയത്. അത് നിങ്ങൾ തെറ്റായിരുന്നു, നിങ്ങളെ അത് മോൾഡ് ചെയ്യണം. So I can give you one of the best examples I'm telling you what I've seen. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് വില്യം ബേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡിവൈനിറ്റി കൂടുതലുള്ളത് ചിൽഡ്രനിലാണ്. അവർ ഫ്രാങ്ക് ആണ്, അവർ പെട്ടെന്ന് കടകളാന്ന് പറയുന്നത്. നമ്മളമാതിരി ഇപ്പോൾ സത്യം പറയാം, അല്ലല്ല ഈവൻ ടുഡേ നമ്മളത് ഒരു ചെറിയൊരു കപടമൊക്കെ വരും, അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ അത്, കാരണം നമ്മുടെ മൈൻഡ് ക്ലിയർ അല്ല, അവിടെ ഇന്നസെൻസ് ആണ് പുറത്തു വരുന്നത്. അപ്പൊ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അതിനെ വെൽക്കം ചെയ്യണം, അതിനെ മൗൾഡ് ചെയ്യണം. അതൊരു, നിങ്ങൾ പറഞ്ഞ പോലെ അത് ഭഗവാനാണ് ആക്ച്വലി. അത് തെറ്റ് ചെയ്യുന്നത് പാപമാണ്. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തെടുക്കുന്ന ഗാർഡനേഴ്സിന്റെ കുറവെന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ വളരെ വളരെ പേരൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ നൗ ദ സോ കോൾഡ് സോഷ്യൽ മീഡിയ, എന്റെ കാല് വീഴ എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ നമസ്കരിക്കുന്നത്. അവരുടെ കയ്യിലാണ് ഒരുപാട് ഈ കുട്ടികൾ ശരിയായി വന്ന എല്ലാ ടീച്ചേഴ്സ്. ഐ റെസ്പെക്ട് ഓൾ ടീച്ചേഴ്സ് ഓഫ് ദ കൺട്രി. മേ ബി സംബഡി ആർ എക്സലന്റ്, സംബഡി ആർ ലിറ്റിൽ ലെസ് എക്സലന്റ്, ഫൈൻ. എന്നാലും അവര് വലിയൊരു റോൾ ഉണ്ട് അവർക്ക് പ്ലേ ചെയ്യാൻ. ഇൻ ടേംസ് ഓഫ്, ഞാൻ പറഞ്ഞില്ലേ, ഈ പഠിപ്പിക്കുകയല്ല, അവര് മോറലി അവര് ഒരു പക്വതയായി നോളജ് ഇമ്പാർട്ട് ചെയ്ത് അവരൊരു നല്ലൊരു വ്യക്തിയായിട്ട് മാറണം, സ്നേഹത്തോടു കൂടി. അത് മതി. നമുക്കിപ്പോൾ ചോദിക്കുന്നത്, ബാക്കിയുള്ള ഈ സോകോൾഡ് സെമിറ്റിക് മതങ്ങൾക്കെല്ലാം തന്നെ അവർക്ക് അവരുടെ പാരലായിട്ട് അവരുടെ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. സൺഡേ സ്കൂൾസ് ആർ ദേർ, മദ്രസാസ് ആർ ഓൾസോ ദേർ. പക്ഷേ ആസ് ഫാർ ആസ് ദ ഹിന്ദു റിലീജിയൻ ഈസ് കൺസേൺ, അപ്പം നമുക്ക് ഇത്രയും വലിയ റിച്ച് നോളജ് ഉണ്ട്. നമ്മുടെ പല ഇതും ഇപ്പോൾ ഈവൻ എന്താണ് നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിൽ പോലും ഭഗവത്ഗീത ദേ സ്റ്റാർട്ടഡ് ടീച്ചിങ്. പക്ഷെ നമുക്കിപ്പോഴും അതിനോടൊരു അയിത്തമുണ്ട്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ പറയുന്ന ഒരു സാധനം കൂടി ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈക്ക് ഗീതയാണെങ്കിലോ അല്ലെങ്കിൽ രാമായണമാണെങ്കിലോ, പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എങ്കിലും
നിങ്ങൾ പറഞ്ഞത് 5 കൊല്ലം മുമ്പ് വരെ ഇല്ലായിരുന്നു. അതെ, വളരെ ശരിയായിരുന്നു. അതെ, അതെ. ഇപ്പോ ഈ 5 കൊല്ലത്തിലായിരുന്നു താങ്ക്സ് മേ ബി കോവിഡ് ഉള്ളത് കൊണ്ട് വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് പലവിധ സ്ഥലത്തിൽ, എസ്പെഷ്യലി മഹാരാഷ്ട്ര, ഗുജറാത്ത്, UP, ടു സം എക്സ്റ്റെൻഡ് കൽക്കട്ട. വളരെ ചേഞ്ച് സാർ, ഈ ആണ്. മഹാരാഷ്ട്രയിൽ പറയുന്ന സാധനങ്ങളെല്ലാം വരാൻ തുടങ്ങി. അതെ, അതെ, അതെ. അല്ല, ഞാനിപ്പം ഭവൻസിന്റെ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോഴത്തേക്ക് പോയ ഒരു സ്ഥലം എന്ന് പഞ്ചാബാണ്, ഒരു സ്ഥലം നാഗ്പൂരാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ആക്ച്വലി വി ആർ റണ്ണിങ് അവേ ഫ്രം ദ കിഡ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിയും വരുമ്പോൾ വന്ന് കാലോട്ട് വീഴുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കേരളത്തിലെ പിള്ളേരെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ കുട്ടികൾ കാണുമ്പോൾ ഓടുകയാണ്. കാര്യം വെച്ചാൽ എല്ലാവരും വന്ന് ഇങ്ങനെ എൻമാസ് ചെയ്ത ഹൈലി പോസിറ്റീവ്. വാട്ട് വി നീഡ് ടു എഡ്യൂക്കേറ്റ്. അത് പണ്ടുണ്ടായിരുന്നില്ല. ഇല്ല 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 5 കൊല്ലം മുമ്പ് കമ്മിയായിരുന്നു, ഇപ്പൊ വളരെ നന്നായി. അത് അതേമാതിരി നമ്മുടെ ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ? കുറെ പേരൻസിനും കുറെ ടീച്ചേഴ്സിനും ഉണ്ട്. അതെ 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 വെറും പേരൻസ് കാരണമല്ല. അതെ 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 അപ്പൊ നമ്മുടെ റിലീജിയസ്, ഞാൻ ഒരു എല്ലാ റിലീജിയനെയും പറ്റി പറയാം. കുട്ടികളാണ് സാറേ. കുട്ടികൾക്ക് എന്ത് റിലീജിയനും അതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. വലുതായി കഴിഞ്ഞിട്ടല്ലേ അറിയുന്നു. വാല്യൂ സിസ്റ്റം ഷുഡ് ബി ഇമ്പോർട്ടന്റ്. ആൻഡ് ഇതിൽ പൊളിറ്റിക്കൽ ഇന്റർഫറൻസോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി അതുമാതിരത്തെ ഈ മൂവ്മെന്റ്, വേണ്ടാത്ത മൂവ്മെന്റ്സിനൊക്കെ എതിർക്കണം. അവരൊക്കെ വി നീഡ് ടു ഫൈറ്റ്. അതുപോലെ ഇത്രയും ഒരു സോഷ്യലി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാള് യഥാർത്ഥത്തിൽ ഗവൺമെന്റിലേക്ക് പോകണം. ഇൻഫാക്ട് ഞങ്ങൾ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഈ ലിറ്റിൽ സെൻസിറ്റീവ് ടോപ്പിക് ഇൻ ടേംസ് ഓഫ് നമ്മൾ പ്രെയർ പറയൂലേ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എല്ലാ സ്കൂളിലും ഫസ്റ്റ് പ്രെയർ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വി ആർ ഇന്ത്യൻസ്. അതേമാതിരി പുതിയൊരു സിസ്റ്റം വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് ഇസ് എസ്പെഷ്യലി ഓൺ 8th, 9th, 10th സ്റ്റാൻഡേർഡ്. പക്വത വരാൻ തുടങ്ങിയല്ലോ. സോ ഐ വിൽ മാരി ഓൺലി വെൻ ഐ എം 18. I will marry only when I'm, as per the law. നമ്മുടെ അതൊരു പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം you understood today's 16, 17, 18 is a very dangerous age. അതല്ല സാർ, അവരുടെ അക്കാഡമിക്സിൽ ഇപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇതെല്ലാം അവർ 8th, 9th, 10th പഠിപ്പിക്കും. അതൊരു മിസ്യൂസ് ചെയ്യാൻ, അത് നല്ലതാണ്. മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതിനൊരു സാങ്ക്ടിറ്റി കൊടുക്കുകയാണ്, അതിനൊരു ഓപ്പൺനെസ്സും കൊടുക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ഇൻ വൺ സെൻസ് ഇറ്റ്സ് ഓക്കെ, അവർക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല സാർ. കാരണം വെച്ചാൽ ദേ ആർ ബിക്കമിങ് വെരി ക്യൂരിയസ്. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ടു ദ ക്യൂരിയസ് ഇസ് ഓൾസോ ഓക്കെ. അത് നമ്മൾ ഹൈഡ് ചെയ്താലും ഇതില്ല. അത് വേണ്ട സാറേ. നമ്മളത് ഇതിപ്പോ നമ്മുടെ മലമ്പുഴ ആ യക്ഷിയുടെ കഥ പറയുന്ന മാതിരിയാണ്. നമ്മളിത് ഹൈഡ് ചെയ്യുമ്പോഴാണ് ക്യൂരിയോസിറ്റി കുറച്ചുകൂടെ കൂടുന്നത്. നെഗറ്റീവ് വേ. നിങ്ങളത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവും ഇല്ല. അത് പിന്നെ ആരും സീക്രട്ട് ആയിട്ടൊന്നും പ്രശ്നമില്ല, എല്ലാം ഓപ്പൺ ആണ്. അല്ല, നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രശ്നമുണ്ട് സാർ. സൊസൈറ്റി ഇപ്പോഴും അതിനൊരു ഡൂബിയസ് മെന്റാലിറ്റിയിൽ കാണുന്നു. പഠിപ്പിക്കുന്നത് തന്നെ ഒരു വല്ലാത്തൊരു ഭാവത്തിലാണ്. അത് തെറ്റാണ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ പറയുകയാണെങ്കിൽ കുറെ ചൈൽഡ് വെഡിങ് ഈസ് ഹാപ്പനിങ്. ഓർ ഇതിൽ എന്താ പറയുക, ഇപ്പൊ സപ്പോസ് പയ്യൻ 19 പെണ്ണ് 17. 19 ചെയ്യില്ല. ആസ് പെർ ലോ we are going by the law. Even if it is semi-arranged or not arranged, either way അയാള് ജയിലിലാണ്. കാരണം 17 കല്യാണം. ട്രൈബൽ പീപ്പിളുടെ ഇടയിൽ വളരെ ഒരു ഇഷ്യൂ ആണ്. ഇത് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കറിയാം ഇറ്റ് ഈസ് നോട്ട് എ റേപ്പ് ഓർ പല. പക്ഷേ നിങ്ങളുടെ ലൈഫ് തനിക്ക് സ്പോയിൽ ആവണോ? നിങ്ങളുടെ ഹസ്ബൻഡ് ജയിലിൽ ആകാൻ ഉദ്ദേശമുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഐ ഡോണ്ട് ബി പ്രീച്ച്, എസ്പെഷ്യലി 8, 9, 10 സ്റ്റാൻഡേർഡിൽ അവനൊരു പക്വത. തെറ്റ് ചെയ്യുന്ന 1-2% ലെറ്റ്സ് നോട്ട് ടോക്ക്. 98% ഒരു സീരിയസ്നെസ് വരുമല്ലോ. അത് ഒരിക്കലല്ല, 100 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 50 പ്രാവശ്യമെങ്കിലും ഈ ഒരു പ്രയർ ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ഗിവിങ് വൺ എക്സാമ്പിൾ. അതേമാതിരി കുറെ സ്കൂൾസിൽ കമ്പൽസറി ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് സാധനങ്ങളായിരിക്കണം ഈ കുട്ടികൾക്ക്. എസ്പെഷ്യലി വി ആർ ടോക്കിംഗ് അബൌട്ട് 16, 17, 18. ഇപ്പൊ ഈ 10th ക്ലാസ് എടുത്തത് 12 വളരെ നന്നായി. സാർ ഈ പറഞ്ഞതിലൊരു ഇതെന്ന് വെച്ചാല്, കാരണം വെച്ചാൽ ഈ കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. കാരണം വെച്ചാൽ അവരിങ്ങനെ വാച്ച് മൂവി ആൻഡ് ഓൾ ദാറ്റ്. എല്ലാം പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ സാധനമാണ്. ഈ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷനാണ് ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. അതേസമയം നമ്മുടെ ഈ പറയുന്ന അതൊരു നല്ലൊരു നാച്ചുറൽ ഇഷ്യൂ ആണ്. അതൊരു പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യണം. നമ്മൾ ഈ പറയുന്ന 4 ആശ്രമങ്ങളുടെ ധർമ്മങ്ങൾ കുട്ടികൾക്ക് അറിയാമെങ്കിൽ നോ പ്രോബ്ലം അറ്റ് ഓൾ. കാരണം വെച്ചാൽ 16 വയസ്സ് വരെ ഒരു ബ്രഹ്മചാരികളാണ്. അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമികൾ. ആഫ്റ്റർ ദാറ്റ് ഓൺലി ദേ ക്യാൻ മൂവ് ടു പ്രോപ്പർലി. നത്തിങ് റോങ്. അതിന് ഹൈഡ് ചെയ്യാനുള്ള ആവശ്യമൊന്നുമില്ല.
അപ്പോൾ 12 ആയതുകൊണ്ട് വളരെ നല്ലതായിരുന്നു. 12th സ്റ്റാൻഡേർഡ് വരെ ബോർഡ് എക്സാം. സോ ഇറ്റ്സ് വി ഹാവ് ഇനഫ് ടൈം ടു എഡ്യൂക്കേറ്റ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഹാൻഡിൽ ചെയ്തിട്ട് അതിനൊരു somebody has to take the initiative and ensure that. ഞാൻ നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സർ, കാരണം ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് അവിടുത്തെ യൂത്ത് ഫുഡാണ്. കാരണം പഴയ രാജാക്കന്മാർ പോലും ഒരു 50+ ആകുമ്പോഴത്തേക്ക് അവർ യുവരാജാവിലേക്ക് അധികാരം കൊടുത്തിട്ട് അവർ അഡ്വൈസറായിട്ട് മാറും. പക്ഷെ ഇപ്പൊ നമുക്കൊരു 70+, 80+ കഴിഞ്ഞ ആൾക്കാർ അധികാരത്തിൽ കടിച്ചു പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇവരുടെ യൂത്ത് ഹെഡിൻ്റെതായ എനർജിയെ പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ എനർജിയെ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ടോട്ടലി അനിഹിലേറ്റ് ചെയ്യാം എന്നുള്ളത് പുറത്തുള്ള ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതായത് സിൻഡിക്കേറ്റ്സ്. അപ്പോൾ അവർ അതിനുവേണ്ടിയാണ് അവർ പർപ്പസ് ആയിട്ട് പടച്ചു വിടുന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ ഈ സിനിമകൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു കുട്ടി വിചാരിക്കുന്നത് ദിസ് ഈസ് ദ വേ. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് കണ്ടൊരു സിനിമയിൽ 18 വയസ്സ് കഴിഞ്ഞു +2 എക്സാം കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, യു വോണ്ട് ടു കിസ് മീ? അപ്പോൾ ബോയ് പറയുന്നത് യെസ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നു, വാട്ട് സോർട്ട് ഓഫ് കിസ്? എന്നിട്ട് നമ്പർ ഓഫ് ഈവൻ ഐ ഡോണ്ട് നോ എണ്ണം ചോദിക്കണം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ പർപ്പസ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. നിങ്ങൾ ഫസ്റ്റ് തുടങ്ങിയത് നമ്മുടെ ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞതുകൊണ്ട്. സോ ഇതുമാതിരി മോറലി പോസിറ്റീവ് സ്റ്റോറീസ് വൈ ഡോണ്ട് വി ക്രിയേറ്റ് ലോട്ട് ഓഫ് വീഡിയോസ് ടുഡേസ്? സോ മെനി നമ്മൾ മറ്റേ ഡ്രാമയും മണ്ണാങ്കട്ടിയും ഉണ്ടാക്കുന്നതിനേക്കാളും നാട്ടിലൊക്കെ എല്ലാ സ്കൂളുകളിലും we can do that in any religions. We have lot of morals to learn and very very interesting stories. കാരണം മഹാഭാരതം ഏറ്റവും അധികം നടന്ന സിനിമയാണ് അല്ലെങ്കിൽ നടന്ന സീരിയലാണ്. ഇപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമാണ്. മോഡേൺ സ്റ്റൈലില് അവർക്ക് തൃപ്തിപ്പെടുന്ന സ്റ്റൈലില് നമുക്ക് കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് നല്ല വിത്തൗട്ട് റിമൂവിങ് ദ മോറൽ ഓഫ് വേരിയസ് സ്റ്റോറീസ് ഫ്രം മഹാഭാരത്, വേരിയസ് സ്റ്റോറീസ് ഫ്രം മനസ്സിലായില്ലേ ഭഗവത്ഗീത, അല്ലെങ്കിൽ അത് നല്ലൊരു സ്റ്റൈൽ ഉണ്ടാക്കിയാൽ മതി. പല രാജ്യങ്ങളിലും MBAക്ക് സിലബസ് ആണ്. അതാ ഞാൻ പറയുന്നത്. അവിടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ചെയ്തുകൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സാറിനെപ്പോലുള്ള ആൾക്കാർ എസ്പെഷ്യലി മുനിസിപ്പൽ സ്കൂൾസിൽ അങ്ങനെ വല്ല ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പ്ലീസ് ഫുള്ളി ഐ ആം വില്ലിംഗ് ടു സപ്പോർട്ട്. ഇതേമാതിരി അതിനെപ്പറ്റി എക്സാമിൽ വേണമെന്നില്ല, ഞാൻ പറയല്ല. അതൊരു കമ്പൽസറി എന്നും വേണമെങ്കിൽ പറയാൻ പാടില്ല. അതൊരു എത്രയും നമ്മൾ എഫേർട്ട് എടുക്കണോ അത്രയും ആകർഷിക്കുക. അത് ഒരിക്കലും മണ്ണിൽ കയറി കഴിഞ്ഞാൽ they will understand what is maturity, what is happening. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് 100 വർഷം ആകാനുള്ള അതിലേക്ക് പോവുകയാണ്. 70 വർഷം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന അത് മെക്കോളയുടെ പ്രശസ്തമായ കോട്ടുണ്ട്. കാരണം വെച്ചാൽ ഇന്ത്യയെ എന്തെങ്കിലും തകർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തകർത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യം തകർക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിനൊരു കറക്റ്റ് പാത്ത് ഉണ്ട് നമ്മൾ പോകുന്ന വഴി. ലാസ്റ്റിൽ വിൽ കം ടു നോ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊരു സാധനത്തിലേക്ക് വരും, സന്യാസത്തിലേക്ക് വരും, നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. സോ ദാറ്റ്സ് എ വണ്ടർഫുൾ പോളിസി ഓഫ് ലൈഫ്. അപ്പോൾ ഇപ്പോഴും ഈ ഞാൻ പറഞ്ഞല്ലോ 100 വയസ്സായ ഒരാളും എന്ത് ചെയ്യുന്നു, വെന്റിലേഷനിൽ കൊണ്ടിടുന്നു, കാശുണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഈ പറയുന്ന കൃത്രിമത്വങ്ങളാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ എന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പറ്റുന്നുണ്ട്. 50 കൊല്ലത്തിന് ശേഷം കുറെ ചേഞ്ച് ആയിട്ടുണ്ട്. So what ഇപ്പൊ ഇനി നെക്സ്റ്റ് 5 years I think there will be a lot of more changes positive. Yes, നമ്മളെല്ലാവരും കൂടെ താങ്ക് യു ഫോർ giving me this opportunity. ഇതുമാതിരി ഞാൻ കുറെ whatever best I can do I will push it. I will give a lot of PR. I'll try my best to inform even reach Delhi. So we have to make sarna oru nalloru project thayarakkitte that definitely hand over to the PM. Very much possible education system we can be the education ministry. അവര് കുറെ ചെയ്യുന്നുണ്ട് ഓൾറെഡി. There's a lot of work in progress. നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് അപ്പ് ചെയ്യണം. പിന്നെ കുറെ റീജിയണൽ there are certain things നമ്മൾ എല്ലാം കൂടെ ഒരേ എൻ്റയർ ഇന്ത്യ ഒരു ചാപ്പ് പറ്റില്ല. ചെറുതായിട്ട് ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തണം റീജിയൻ സ്പെസിഫിക്. പ്ലീസ് ഐ ആം വിത്ത് യു ടോട്ടലി.